വർഗീയത തുലയട്ടെ എന്നുള്ള വലിയ ക്യാമ്പയിൻ നടത്തിയൊരു പാർട്ടി, ആ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട വടകരയിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന അധ്യാപകൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പോസ്റ്റ്, ഈ വ്യാജ വർഗീയ പോസ്റ്റ് ഏപ്രിൽ 25-ാം തീയതി 2:13 സമയത്ത് ഇവരുടെ റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. അപ്പൊ പോസ്റ്റ് ചെയ്യുന്ന പോലീസ് പറയുന്നു. അപ്പൊ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇയാൾക്ക് ഇത് കിട്ടിയത്? ഈ വ്യാജ വർഗീയ പോസ്റ്റ്, കാഫിർ എന്ന് പറഞ്ഞ ഈ പോസ്റ്റ് എവിടുന്ന് കിട്ടി എന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് ഇതുവരെ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അയാളെ സാക്ഷിയാക്കി മാറ്റിയത്? എന്തുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പുലകുളി ബന്ധമില്ലാത്ത മുഹമ്മദ് ഹാസിം എന്ന് പറയുന്ന MSF നേതാവിനെ 153 ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തത്? അപ്പൊ മുഹമ്മദ് കാസിം ആയതുകൊണ്ട് 153 കേസ് പിണറായി വിജയന്റെ പോലീസ്, റിബേഷ് രാമകൃഷ്ണൻ സാക്ഷി. എന്താണ് ഇവിടെ നിലപാട്? എന്താണ് ഇത്? പരിശോധിക്കപ്പെടേണ്ട വിഷയമല്ലേ? അയാളെ പ്രതിയാക്കപ്പെടണ്ടേ? അയാളെ പ്രതിയാക്കാതെ എന്തുകൊണ്ടാണ്? അപ്പൊ തീർച്ചയായും അയാളെ പ്രതിയാക്കിയാൽ ഇതിന്റെ ഉറവിടം കണ്ടെത്തും. ഉറവിടം എവിടെയാണെന്ന് പറയുമ്പോൾ അത് മോഹന മാഷ് പറഞ്ഞല്ലോ, ഞങ്ങൾ സംരക്ഷിക്കുന്നു. മോഹന മാഷയുടെ മകനുണ്ടല്ലോ ഒരു വിക്രി, ഒരു പയ്യൻ ജൂലിയസ് നികിദാസ് എന്ന് പറയുന്ന അവനാണല്ലോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ക്യാപ്സ്യൂൾ കൊടുക്കുന്ന ആളാണല്ലോ AKG സെന്ററിൽ. അപ്പോൾ നമ്മുടെ ഈ തലശ്ശേരിയിലെ മാളിയേക്കൽ തറവാട്ടുകാർ പാടിയിട്ടുണ്ട് ഇബിലീസിന്റെ പണിയെടുക്കുന്ന. ആ ഇബിലീസിന്റെ പണിയെടുക്കുന്നത് AKG സെന്ററിനാണ്. അത് ബോധ്യമായല്ലോ. ആ പണിയെടുത്ത സാധനമാണല്ലോ ക്യാപ്സ്യൂളുകളായി ഈ കാഫിർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രചരണം ഷാഫി പറമ്പലിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവരുണ്ടാക്കിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പോലീസ് കണ്ടെത്തിയതല്ല, വളരെ കൃത്യമായ രൂപത്തിലുള്ള നിയമ പോരാട്ടം മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ആ MSF നേതാവ് നടത്തിയ നിയമ പോരാട്ടമാണ് പോലീസ് ഈ രൂപത്തിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ കൃത്യമായി വടകര മേഖലയിൽ, നാദാപുരം മേഖലയിൽ, പ്രത്യേകിച്ച് ആ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വളരെ കൃത്യമായി വർഗീയ കലാപത്തിനും വേർതിരിവിനും വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന ഭാഗമാണ്. CPM കാലാകാലങ്ങളായി നാദാപുരം വടകര മേഖലയിൽ ഉത്തരേന്ത്യയിൽ സംഘപരിവാർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനെ മറ്റൊരു പതിപ്പാണെന്ന് നമുക്കറിയാം. വളരെ കൃത്യമായി RSS സംഘപരിവാറിന്റെ പണിയെടുക്കുന്ന പാർട്ടിയാണ് വടകര മേഖലയിലും നാദാപുരത്ത് CPM. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഇങ്ങനെ പ്രചരിപ്പിച്ച് ഷാഫി എന്ന് പറയുന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഉജ്ജ്വലനായ പോരാളിയായി ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ഉയർന്നു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും ഹീനമായ പണിയല്ലേ ഇവരെടുത്തത്? അപ്പൊ അങ്ങനെ എടുത്ത് ഇവരെ ഞങ്ങൾ വെറുതെ വിടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾ വിടില്ല. ഇതിന്റെ മൂലകാരണം ഇത് CPM-ന്റെ രാഷ്ട്രീയത്തിന്റെ തകർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. മാഷാ അള്ളാ സ്റ്റിക്കർ ശ്രീമതി സ്മൃതി ഇവിടെ പറഞ്ഞല്ലോ. ആ മാഷാ അള്ളാ സ്റ്റിക്കർ ഉണ്ടാക്കിയതും TPA കൊന്നപ്പോഴും ഉപയോഗിച്ച വേർഡ് ഏത് വേർഡാ? എന്താണ് അതിന്റെ ലക്ഷ്യം? എന്താണ് അവർ അതിനകത്ത് കണ്ട കാര്യം? എന്താ? അതുപോലെ തന്നെയല്ല ഈ പണിയെടുത്തത്. എന്നിട്ട് ടീച്ചറമ്മയുടെ പേര് കാഫിറമ്മ എന്നാക്കേണ്ടി വരും. അന്ന് എന്താണ് ടീച്ചറമ്മയുടെ പ്രതികരണം കണ്ടിട്ടില്ലേ? അന്നത്തെ ദിവസം കുടുംബം എന്റെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചില്ലേ? മറുപടി പറയണം. ശൈല ടീച്ചർ അങ്ങനെ അഴകുടമ്പൻ മറുപടി പറഞ്ഞിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. കൃത്യമായി മാപ്പ് പറയാൻ തയ്യാറാവണം ശൈല ടീച്ചർ. ഈ നാട്ടിനകത്ത് വർഗീയമായി വേർതിരിവുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, വർഗീയ വിഷം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള ഏറ്റവും നികൃഷ്ടമായ നിലപാടല്ലേ ശൈല ടീച്ചറെ പോലെ ഒരാൾ എടുത്തിട്ടുള്ളത്? അതിന്റെ ഭാഗമായില്ല ഇത്തരത്തിലുള്ള ഈ കാഫിർ പ്രയോഗവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് ന്യായീകരിക്കാൻ ഇവർ പറയാം യൂത്ത് ലീഗാണ്, യൂത്ത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ UDF ആണെന്ന്. നിങ്ങൾ തന്നെയാണ് ഇത് അന്വേഷിച്ച് എത്തുക. വസീഫിലേക്കും അതോടൊപ്പം മോഹന മാഷിലേക്കും, മോഹന മാഷ ഭാര്യ ലതികയിലേക്കും, അതോടൊപ്പം തന്നെ ഇത് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് തന്നെയാണ് ഇത് AKG സെന്റർ എന്ന് അറിഞ്ഞുകൊണ്ട് കൊടുത്ത ക്യാപ്സ്യൂളാണ് അന്വേഷിക്കുക. അതുകൊണ്ട് പോലീസ് എന്തോ ചെയ്യുന്നു? ഇവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. കിട്ടിയ സാധനം എവിടുന്ന് വന്നു? ഒരു സാധനം വന്നാൽ അത് എവിടുന്ന് എന്നതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? എവിടുന്ന് കിട്ടിയെന്ന് അറിയണ്ടേ? ഇതിന്റെ ആകാശത്ത് പൊട്ടി വളച്ചതാ? ആരും ഉണ്ടാക്കൂല ഇതിന്. ഇതിനൊരു